വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ അക്കിത. ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്കിൻ ബ്രൈറ്റനിങ് പാക്ക് ആയിട്ടാണ് കേട്ടോ. നിങ്ങൾക്കത് ബോഡി വാഷ് ആയിട്ട് യൂസ് ചെയ്യാം, ബോഡി സ്ക്രബ് ആയിട്ട് യൂസ് ചെയ്യാം, ഫേസ് പാക്ക് ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അടിപൊളിയായിട്ട് നിങ്ങളുടെ സ്കിന്നിന് ഒരു ഇൻസ്റ്റന്റ് ഗ്ലോയിങ്ങും ഒരു ബ്രൈറ്റ്നസും തരും. ടാൻഡമോൾ ദ ബെസ്റ്റ് പാക്ക് ആണ് കേട്ടോ. അപ്പൊ നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണ്ടത് നോക്കിയാലോ. അപ്പൊ അതിനു മുമ്പ് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം കേട്ടോ വീഡിയോ കാണാനായിട്ട്. അപ്പോൾ ഈ പാക്ക് ഉണ്ടാക്കാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നും അല്ല, കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. അത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് കേട്ടോ പാക്ക് ഉണ്ടാക്കുന്നത്. ഇത് വളരെ നല്ലൊരു ഡീറ്റാനിങ് പാക്കാണ്. അപ്പൊ ഞാൻ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് പെട്ടെന്ന് വീഡിയോയിലോട്ട് പോകാം. ഓക്കെ ഗായ്സ്, അപ്പൊ ആദ്യം വേണ്ട ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഉഴുന്നാണ് കേട്ടോ. അപ്പൊ ഉഴുന്ന് ഞാൻ തലേ ദിവസം തന്നെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചായിരുന്നു. അങ്ങനെ കുതിർത്ത് വെച്ച് ഉഴുന്ന് ഞാൻ അരച്ചെടുക്കണം കേട്ടോ. മിക്സിയിൽ കുറച്ച് വെള്ളം ചേർത്ത് ഞാൻ നല്ല ഫൈൻ പേസ്റ്റ് പോലെ ഉഴുന്ന് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്. നല്ലൊരു ഡീറ്റാനിങ് ആണ്, അതുപോലെ സ്കിൻ ബ്രൈറ്റനിങ് വൺ ഓഫ് ദി ബെസ്റ്റ് ആണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഉഴുന്ന് തലേദിവസം വെള്ളത്തിലിടാൻ മറന്നു പോയെങ്കിലും കുഴപ്പമില്ല. ഉഴുന്ന് നല്ല ഫൈൻ പൗഡറായിട്ട് മിക്സിയിലിട്ട് പൊടിച്ചെടുത്താലും മതി കേട്ടോ. അപ്പോൾ തരിതരിയൊന്നും ഇല്ലാതെ നല്ല ഫൈൻ പൗഡറായിട്ട് ഉഴുന്ന് പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ ഉണങ്ങി എന്തെങ്കിലും നിങ്ങൾ ഉഴുന്ന് പൊടി എടുക്കുക, അല്ലെങ്കിൽ ഇതേപോലെ പേസ്റ്റ് ആയിട്ട് എടുക്കുക കേട്ടോ. ഉഴുന്ന് പൊടിയാണെങ്കിൽ കുറേ നാൾ നമുക്ക് യൂസ് ചെയ്യാം. പേസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജ് വെച്ച് മാക്സിമം ഒരു 3 ദിവസമൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഓട്സിൻ്റെ പൗഡറാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു ഡപ്പയിൽ ഓട്സിൻ്റെ പൗഡർ ഞാൻ പൊടിച്ച് വെച്ചതാണ്. അപ്പോൾ ഇതും നല്ല ഫൈൻ പൗഡറായിട്ട് വേണം നമ്മൾ ഓട്സിൻ്റെ പൗഡർ നമുക്ക് എടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഈ പാക്ക് എടുക്കുന്ന സമയത്ത് നമ്മൾ എത്രയാണ് ഉഴുന്നെടുക്കുന്നത് അതേ അളവിലാണ് നമ്മൾ ഓട്സിൻ്റെ പൗഡർ എടുക്കുന്നത്. ഇപ്പോൾ ഒരു 1 ടേബിൾ സ്പൂൺ ഉഴുന്നിൻ്റെ അരച്ച് വെച്ച് ഉഴുന്ന് എടുക്കുന്നെങ്കിൽ നമ്മൾ 1 ടേബിൾ സ്പൂൺ ഓട്സിൻ്റെ പൗഡറാണ് എടുക്കുന്നത്. അടുത്തൊരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹണിയാണ് കേട്ടോ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഓപ്ഷണലാണ്, വേണമെങ്കിൽ നമുക്ക് ഫുൾ ബോഡിയിൽ നമുക്ക് ഹണി ചേർക്കാം, കുറച്ച് എമൗണ്ട് ചേർത്താൽ മതി. ഇനിയിപ്പോൾ ഹണി ചേർത്തില്ലെങ്കിൽ റിസൾട്ട് അടിപൊളി തന്നെയായിരിക്കും. അപ്പോൾ ഇതൊക്കെ ഞാനൊന്ന് ബ്ലെൻഡ് ചെയ്യാൻ മിക്സ് ചെയ്യാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന ലിക്വിഡ് വേറൊന്നുമല്ല, നമ്മുടെ പാലാണ് കേട്ടോ. അപ്പം ഫേസിൽ നിങ്ങളിപ്പോൾ എന്താ പറയുക, ഓയിലി സ്കിൻ, കോമ്പിനേഷൻ സ്കിൻ ഉള്ളവരാണെങ്കിൽ നമ്മൾ പാൽ അധികം യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അവർക്ക് വേണ്ടി വേറൊരു ഓപ്ഷൻ ഞാൻ പറയുന്നുണ്ട്. അല്ല, നമ്മുടെ എന്താ പറയുക ബോഡിക്ക് നമുക്കിപ്പോൾ ഓയിലി ആണെങ്കിലും ഡ്രൈ കോമ്പിനേഷൻ സ്കിൻ ആണെങ്കിലും നമുക്ക് ബോഡിക്ക് വേണ്ടി എടുക്കുന്ന സമയത്ത് നമുക്ക് പാലെടുക്കാം. പക്ഷെ അവർ ഫേസിന് മാറ്റി പിടിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ബോഡിക്ക് വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് പാല് തന്നെയാണ്. എനിക്ക് ഇച്ചിരി ഒരു ഓയിലി സൈഡ്, എനിക്കൊരു ആക്നെ പ്രോൺ സ്കിൻ ആയതുകൊണ്ട് തന്നെ ഞാനിവിടെ എടുക്കാൻ വേണ്ടി പോകുന്നത് ഫ്ലാക്സ് സീഡിൻ്റെ ജെല്ലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫ്ലാക്സ് സീഡ് പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്പെഷ്യൽ രീതിയിലാണ് ഫ്ലാക്സ് സീഡ് പ്രിപ്പയർ ചെയ്യുന്നത്. അതിലേക്ക് ഞാൻ വേറെ ഇൻഗ്രീഡിയൻസ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനത് നമ്മുടെ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങളത് കണ്ടു നോക്കുന്നുണ്ട് എങ്ങനെ ഫ്ലാക്സ് സീഡ് ജെല്ല് പ്രിപ്പയർ ചെയ്യുന്നുള്ളത്. അപ്പോൾ ഇത്രയാണ്. അപ്പോൾ ഇത്രയും ഞാൻ മിക്സ് ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാവേ. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ 2 ടേബിൾ സ്പൂൺ ഉഴുന്നാണ് കേട്ടോ. അപ്പോൾ 2 ടേബിൾ സ്പൂൺ ഉഴുന്നിന് ഞാൻ എടുത്തിരിക്കുന്നത് 2 ടേബിൾ സ്പൂൺ തന്നെ ഓട്സിൻ്റെ പൗഡറാണ്. ഇതിലേക്ക് ഞാൻ എടുത്തത് നമ്മുടെ തേനും അതുപോലെ തന്നെ പാലും മിക്സ് ചെയ്തിട്ട് ഞാൻ നല്ലൊരു എന്താ പറയുക തിക്ക് പേസ്റ്റ് കൺസിസ്റ്റൻസിലാക്കിയിട്ട് കാണിക്കാവേ. ഓക്കെ ഗൈസ്, അപ്പോൾ എൻ്റെ ഇൻഗ്രീഡിയൻറ്റ് അല്ല എൻ്റെ പാക്കേഡ് പ്രിപ്പയർ ആയിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസിലാണ്. ഇതാണ് ഞാൻ ബോഡിയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്ന പാക്ക്. ഇനിയിപ്പോൾ ഞാൻ ഫേസിൽ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ ഉണ്ടാക്കുന്ന പാക്കിൽ വേറൊന്നുമില്ല, നമ്മുടെ എന്താ ഉഴുന്നരച്ച് വെച്ചത്, അതിലേക്ക് ഓട്സിൻ്റെ പൗഡർ പ്ലസ് ഇച്ചിരി ഹണി, അതുപോലെ ഫ്ലാക്സ് സീഡിൻ്റെ ജെല്ല്, അതും ഞാൻ ഇതുപോലെ ഒരു തിക്ക് കൺസിസ്റ്റൻസിലാക്കി നിങ്ങൾ കാണിച്ചു തരാം. ഓക്കെ ഗായ്സ്, അപ്പോൾ ഞാനിവിടെ ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ടുള്ള ഓട്സിൻ്റെ പൗഡറും ഉഴുന്നും ഒരേ അളവിൽ എടുത്തിട്ട് അതിലേക്ക് ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫ്ലാക്സ് സീഡിൻ്റെ ജെല്ലാണ് കേട്ടോ. അത് ഞാൻ ഇങ്ങനത്തെ ഒരു കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരിക്കുന്നതാണ്. 1 വീക്കോളം നമുക്കത് ഫ്രിഡ്ജിൽ വെക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഹണിയും കൂടെ ആഡ് ചെയ്യട്ടെ. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ഹണിയും കൂടെ ഞാൻ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഹണി ഓപ്ഷണലാണ്, നിങ്ങൾ വേണമെങ്കിൽ മാത്രം ചേർക്കുക. പക്ഷേ ഫേസ് പാക്കിൽ നിങ്ങൾ ചേർക്കുന്നത് വളരെ നന്നായിരിക്കും. പിന്നെ ഞാനിത് മിക്സ് ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം കൺസിസ്റ്റൻസി. അപ്പം ഞാൻ എൻ്റെ പാക്കൊക്കെ ഇടാനായിട്ട് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് പാക്ക് അപ്ലൈ ചെയ്യാം. ആദ്യം ഞാൻ ഫേസിലാണ് കേട്ടോ പാക്ക് ഇടുന്നത്. അപ്പോൾ ഓക്കെ ഗായ്സ്, അപ്പം നല്ല പാക്ക് നല്ല തിക്ക് കൺസിസ്റ്റൻസിൽ തന്നെ വന്നിട്ടുണ്ട്. ഫ്ലാക്സ് സീഡ് ചേർക്കാൻ വേണ്ടി ഞാൻ പറയുന്നത് നമുക്ക് നല്ലൊരു ഗ്ലോയിങ് ആൻഡ് ബ്രൈറ്റനിങ് കിട്ടും ഫ്ലാക്സ് സീഡിൻ്റെ ജെല്ല്. കുറേ പേർക്ക് അറിയില്ല, നമ്മളിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ പാലിനേക്കാളൊക്കെ ഭയങ്കര എഫക്റ്റീവ് ശരിക്കും പറയുകയാണെങ്കിൽ ഫ്ലാക്സ് സീഡിൻ്റെ ജെല്ലാണ് കേട്ടോ. അപ്പോൾ അത് മസ്റ്റായിട്ട് നമ്മൾ ഫ്ലാക്സ് സീഡിൻ്റെ ജെല്ല് യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ല റിസൾട്ട് ആയിരിക്കും. അതുപോലെ തന്നെ ചിലർ പറയും എല്ലാ പാക്ക് ഇട്ടാലും എനിക്ക് ആക്നെ വരും. നിങ്ങൾ ജസ്റ്റ് മാറ്റി പിടിച്ചിട്ട് ഫ്ലാക്സ് ഇടുവാണെങ്കിൽ നല്ല റിസൾട്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഞാൻ അതിൻ്റെ ഫേസ് ഫുൾ ആദ്യം ഒന്ന് അപ്ലൈ ചെയ്തിട്ട് കാണിക്കാവേ. അപ്പോൾ ഞാൻ എൻ്റെ പാക്ക് എൻ്റെ ഫേസ് ഫുൾ അപ്ലൈ ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ഇത് ഞാൻ നിങ്ങളെ കയ്യിലും കൂടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി കാണിക്കാം. അപ്പോൾ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ആക്നെ പ്രോൺ ഉള്ള സ്കിൻ ആണെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ ഫേസിൽ തൈരും പാലും യൂസ് ചെയ്ത് അതിൽ നിങ്ങൾക്ക് റോസ് വാട്ടർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഫ്ലാക്സ് സീഡിൻ്റെ ജെല്ല് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. ഇതിന് മറ്റൊരു ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഫ്ലാക്സ് സീഡിന് പകരം നിങ്ങൾക്ക് റോസ് വാട്ടർ യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ കയ്യിലും കൂടെ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് നോക്കാം.
ഇത് ഞാൻ നല്ല തിക്ക് പേസ്റ്റ് ആയിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം എൻ്റെ ഫേസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എൻ്റെ കയ്യിൽ നല്ല ടാനിങ് ഉണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ലൈവ് റിസൾട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്കിത് ഫുൾ ബോഡിയിൽ അപ്ലൈ ചെയ്യാം. നമുക്ക് കുളിക്കുന്നതിന് മുന്നേ എന്നിട്ട് ഒരു 15 മിനിറ്റ്സ് അറ്റ്ലീസ്റ്റ് ഒരു 10 മിനിറ്റ്സെങ്കിലും നിങ്ങൾക്ക് ലീവ് ചെയ്യണം കേട്ടോ ബോഡിയിൽ. എന്നിട്ട് വേണം നിങ്ങളിത് വാഷ് ഔട്ട് ചെയ്ത് കളയാനായിട്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഹോൾ ബോഡിയിൽ നിങ്ങളുടെ കയ്യിലും കാലും ഒക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ നിങ്ങളെ ലൈവ് റിസൾട്ട് കാണിക്കാൻ വേണ്ടി പോകുന്നത് എൻ്റെ കയ്യിലും എൻ്റെ ഫേസിലും മാത്രം അപ്ലൈ ചെയ്തിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ 2 കൈയും കൂടി അപ്ലൈ ചെയ്തിട്ടെ. അതിനുശേഷം നിങ്ങൾക്ക് ഉണങ്ങിയതിന് ശേഷം ഞാൻ നിങ്ങളെ വാഷ് ഔട്ട് ചെയ്ത് കാണിക്കുന്നതാണ്. ഏകദേശം ഞാൻ ഒരു 20 to 25 മിനിറ്റ്സ് ആണ് ഞാൻ കയ്യിൽ വെക്കുന്നത്. ഒരുപാട് ഡ്രൈ ആകാതിരിക്കാൻ നോക്കുക, സെമി ഡ്രൈ ആയി മാത്രം മതി. ഓക്കെ, അപ്പോൾ എൻ്റെ ഫേസ് എൻ്റെ കൈക്ക് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയി ഞാൻ നല്ലൊരു മസാജും കൊടുത്തു കേട്ടോ. അപ്പോൾ നിങ്ങൾ പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ കട്ടിക്ക് തന്നെ അപ്ലൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾ നല്ലൊരു മസാജിങ് കൂടെ കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഓൾറെഡി നല്ലൊരു മസാജ് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 20 മിനിറ്റ്സോളം ആയിട്ടുണ്ട്. നന്നായിട്ട് ഡ്രൈ ആയിട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ 2 കൈ മസാജ് ചെയ്തിട്ട് നിങ്ങളുടെ ഫ്രണ്ടിൽ വെച്ചിട്ട് ഞാൻ ഡ്രൈ റിസൾട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് പോവാം കേട്ടോ. ഓക്കെ ഗായ്സ്, അപ്പം നമുക്ക് നമ്മുടെ ഫേസിൽ നിന്ന് കംപ്ലീറ്റ്ലി നമുക്കിതിൻ്റെ ഒരു എഫക്റ്റീവ്സ് എനിക്ക് കാണിച്ചു തരാം. നന്നായിട്ട് നിങ്ങൾക്ക് മസാജ് ചെയ്തിടുക. ഒരുപാട് ഡ്രൈ ആണെങ്കിൽ ഇതുപോലെ ഇച്ചിരി വെള്ളം മുഖത്തേക്ക് സ്പ്രേ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒഴിച്ചിട്ട് നിങ്ങൾക്ക് ഇതുപോലെ നന്നായിട്ട് മസാജ് ചെയ്തെടുക്കാം കേട്ടോ. ഒരു മസാജ് എടുത്ത് നിങ്ങൾക്ക് റിമൂവ് ചെയ്ത് കാണിച്ചു തരാം. നിങ്ങൾക്ക് റൈറ്റ് റിസൾട്ട് തന്നെ കാണാമല്ലോ. ഓക്കെ, ഞാൻ 1 വൈപ്പ് നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല അടിപൊളി റിസൾട്ടാണ് കേട്ടോ. ഒറ്റ ഇൻസിട്ടാണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. ഒരു മസ്റ്റ് ട്രൈ പാക്ക് എന്നതിന് ഞാൻ പറയും. നമുക്കൊരു ഇൻസ്റ്റന്റ് ഗ്ലോയ്ക്കും അതുപോലെ തന്നെ ഒരു ബ്രൈറ്റനിങ്ങിനും ഒരു അടിപൊളി പാക്കാണ്. നിങ്ങൾക്ക് തന്നെ കാണാൻ വേണ്ടി പറ്റും. ഇനി ഞാൻ എൻ്റെ കൈയും കൂടി നിങ്ങളൊന്ന് വാഷ് ചെയ്തതുമ്പോൾ ഇതിൽ കാണിച്ചു തരാം ലൈവ് റിസൾട്ട്. ഓക്കെ ഗായ്സ്, അപ്പോൾ ഞാൻ എൻ്റെ കൈയും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഞാൻ നന്നായിട്ട് മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണേ. ഞാൻ എൻ്റെ കൈയും കൂടെ നന്നായിട്ട് മസാജ് ചെയ്ത് നിങ്ങളിങ്ങനെ വൈഡ് റിസൾട്ട് കാണിക്കുന്നതാണ്. ഇതേപോലെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നിങ്ങൾക്ക് ഇതേപോലെ തന്നെ മസാജ് ചെയ്തെടുക്കാവുന്നതാണ് നിങ്ങളുടെ കയ്യ. ഓക്കെ, ഇനി ഞാനിപ്പോൾ മസാജ് ചെയ്ത് നിങ്ങൾ റിമൂവ് ചെയ്യാൻ കാണിക്കാൻ പോവാം. ഓക്കെ ഗായ്സ്, അപ്പം നമുക്ക് റിമൂവ് ചെയ്ത് നോക്കിയാലോ എത്രത്തോളം റിസൾട്ട് ആണെന്നുള്ളത്. 1 വൈപ്പിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും എൻ്റെ ബിഫോർ ഹാൻഡും ഇപ്പോഴത്തെ കയ്യും തമ്മിലുള്ള വ്യത്യാസം. നല്ലൊരു അടിപൊളി ഇൻസ്റ്റന്റ് ബ്രൈറ്റനിങ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും കേട്ടോ. 1 വൈപ്പിൽ തന്നെയുള്ള ആ ഒരു വ്യത്യാസം നിങ്ങൾ കേട്ടോ. ഒരു മസ്റ്റ് ട്രൈ പാക്കാണ്. അപ്പോൾ ഞാൻ എൻ്റെ 2 കൈയിലുള്ളത് ഫേസും കൂടെ ശരിക്കും റിമൂവ് ചെയ്ത് നിങ്ങളെ കാണിക്കാവേ. ഹേ ഗായ്സ്, അപ്പോൾ എൻ്റെ ഫേസ് നിങ്ങൾക്ക് കണ്ടറിയാം നല്ല വിസിബിൾ റിസൾട്ട് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഫേസൊക്കെ നല്ല വൃത്തി കഴുകിയിട്ട് വന്നിട്ടുണ്ട്. ഒറ്റ ദിവസത്തിൽ തന്നെ ഇത്രയും അടിപൊളി റിസൾട്ട്. അപ്പോൾ 7 ഡേയ്സ് എന്തായാലും നിങ്ങളിത് മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കണം. അത്ര അടിപൊളി റിസൾട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. നിങ്ങൾക്കിത് ഫുൾ ബോഡിയിൽ യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് നല്ലൊരു സ്ക്രബുമാണ്, അതുപോലെ തന്നെ പാക്കുമാണ്, അതുപോലെ ബോഡി വാഷ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. മസ്റ്റ് ട്രൈ ആണ്. ഓക്കെ, അപ്പോൾ ഇനി ഇതുപോലത്തെ യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വരാം. ബൈ.